ഫ്രണ്ട്സ്, അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്നൊരു സോയാബീൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സോയാബീൻ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ 10-15 മിനിറ്റ്സ് വരെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെച്ചിട്ടുള്ളൂ. ഇനി 10-15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കാണാം. അങ്ങനെ 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് വെറുതെ നിൽക്കട്ടെ. നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്കിതിലേക്കുള്ള മസാലകൾ നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് കേടാണ്. അപ്പം നമുക്ക് കേട് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. സോ നമ്മളിതാ കേട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ നമ്മളിതാ ഇപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇനി നമുക്കിതിലോട്ട് റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഞാൻ ആ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇടാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നമ്മൾ ക്യുമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചോറിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഫുള്ള്. അപ്പോൾ കളർ ചേഞ്ച് നമ്മൾ മുളക് പൊടിയുടെ കളർ ചേഞ്ചാണ്. ഫോണിലത് കാണാൻ സാധിക്കുന്നുണ്ടോ എനിക്കറിയില്ല. നേരിട്ട് നല്ല റെഡ് കളറാണ്. എനിക്ക് തോന്നുന്നു ഫോണിലൊരു റെഡ് കളറാണ്. കാരണം ഫ്ലാഷ് ലൈറ്റ് ആണ് കേട്ടോ. ഉദ്ദേശിച്ചത് യെല്ലോ ആണെങ്കിലും പറഞ്ഞത് റെഡിയായിപ്പോയി. 2 മിനിറ്റ്സ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. കാരണം ഇതുപോലെയുള്ള എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റണം. സോ അതുവരെ 2 മിനിറ്റ്സ് ഒക്കെ വരെ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച സോയാബീന് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ നമ്മൾ മാറ്റിയെടുക്കണം. സോയാബീനിൽ കുറേ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ബിഗായിട്ട് നിൽക്കുന്നത്. അതിൽ നമ്മൾ വെള്ളം ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ഇതിലുള്ള എല്ലാം അങ്ങനെ മാറ്റാം. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച സോയാബീനിലുള്ള വെള്ളം എല്ലാം ഊറ്റിയെടുത്ത് നമ്മൾ സോയാബീൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. നമ്മൾ ഇനി അതിൻ്റെ വെള്ളമൊന്നും ആവശ്യമില്ല. നമ്മൾ ഇറക്കി വെച്ച മസാലയിലോട്ട് നമ്മളുടെ ഈ സോയാബീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാം അതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ സോയാബീനാണ്, വലുത് വെച്ചുണ്ടാക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ചെറുതുള്ളതുകൊണ്ട് ഞാൻ ചെറുത് വെച്ചുണ്ടാക്കുക. അപ്പം നമ്മൾ സോയാബീൻ എല്ലാം ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ഈ ഒരു സോയാബീനിൽ പിടിക്കുന്നത് വരെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സോയാബീനിൽ എല്ലാത്തിലും മസാല ഒക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഇനി നമ്മൾക്കിതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മളിതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്കിത് കാണാം. ആ സമയമാകുമ്പോഴേക്കും ഇതിലെല്ലാത്തിലും മസാല പിടിക്കും. അപ്പം ഇത് നമ്മൾക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഒരു അരമണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ഈ ഒരു സോയാബീന് നമ്മൾക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു പാന് അടുപ്പിക്ക് വെക്കും. ഞാൻ എന്താ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടാണ്. കാരണം അതിലുള്ള വെള്ളങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് ഈ നമ്മൾക്ക് ഇതിലോട്ട് ഇടേണ്ടത്. അങ്ങനെ അതിലുള്ള വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രം നമ്മൾക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഇട്ടത്. നമ്മൾ ഇതിലോട്ട് സോയാബീൻ ഇടുന്ന സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ തിളച്ച് വരുന്ന സമയത്തേക്കാണ് നമ്മൾ അത് ഇതിലോട്ടിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ ഇങ്ങനെ ബബിൾസ് വരുന്നത്. ആ ബബിൾസ് വരുന്ന ടൈമിൽ നമ്മൾക്ക് ആ സോയാബീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ആ ബബിൾസ് വന്നാൽ തിളച്ചെന്നാണ് അർത്ഥം. അതോടെ നമ്മൾക്ക് ഈ ഒരു സോയാബീൻ്റെ മിക്സ് അഥവാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സോയാബീന് ഇതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ചെയ്യണം. ഇപ്പം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ടത്. നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നാമത്തെ ട്രിപ്പാണ്. നമുക്കിനി കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ആ ഒരു എണ്ണ ചൂടായതിൻ്റെ ഇതാണ് വേഗം അത് ബ്രൗൺ ആയത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം. കാരണം ഒരു വട്ടം ട്രൈ ചെയ്താൽ നിങ്ങളിത് പിന്നെയും ട്രൈ ചെയ്യും. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്കിനി ഇത് ലേശം ഒന്ന് ബ്രൗൺ ആയിട്ട് ഒന്ന് അങ്ങനെ ക്രിസ്പായിട്ട് വന്നാൽ നമ്മൾക്കതിൽ നിന്ന് മാറ്റിയെടുക്കാം. സോ അതുവരെ നമ്മൾക്ക് കാത്തിക്കാം.
ഇപ്പോൾ കുറച്ചുകൂടി ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മൾക്കിതിന് ഫുൾ ബ്രൗൺ ആയി നല്ല ക്രിസ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൗണ്ട് കേൾക്കാന്നുള്ള ആ ഒരു ലെവലിലെത്തുമ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ സോയാബീൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത്. എല്ലാ മസാലയും ബ്രൗൺ കളറാവണം. ഇങ്ങനെ ഗൈസ് നമ്മളിതാ കുറച്ച് ബ്രൗണൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ചിലതൊന്നും ബ്രൗൺ ആയില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. ഇത് ഈ ഒരു സോയാബീന് മുങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് മുങ്ങിക്കിടന്നാൽ മാത്രമേ നന്നായിട്ട് മൊരിഞ്ഞ് പാകമായി വരുള്ളൂ. ചിലതൊക്കെ അതിൻ്റെ അത് ക്രിസ്പ് ആയിട്ടുണ്ട്, എന്നാൽ ചിലത് സോഫ്റ്റ് ആണ്. കാരണം നമ്മുടെ മസാല കുറച്ചായതുകൊണ്ട് അധികം ക്രിസ്പി ആകത്തില്ല. എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനൊന്ന് കഴിച്ചു നോക്കി. ഇത് നിങ്ങൾ ട്രൈ ചെയ്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേറെ ഒന്നും വേണ്ട. കാരണം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടം ഉണ്ടാക്കി ഞങ്ങൾ ഒരു വട്ടം നല്ല കൂടുതൽ ഉണ്ടാക്കും, അതിനും കൂടുതൽ ഉണ്ടാക്കും. അത്രയും ടേസ്റ്റാണ് ഇതിന്. ഇനിയിപ്പോൾ സോയാബീൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സോയാബീൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾക്കിതൊന്ന് ബ്രൗണായി വന്നിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു ബ്രൗണായി വരണം. കാണിച്ചു തരാം. ചിലതൊക്കെ കുറേ ബ്രൗണായി പോയിട്ടുണ്ട്. ഈ ഒരു ബ്രൗണിൻ്റെ പരിവായിട്ട് വരണം. ഇതിൻ്റെ മറ്റേ ഭാഗം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ തന്നെ മറ്റേ ഭാഗം കാണിച്ചു തരാം. അത് ബ്രൗൺ ആയിട്ടില്ല, കണ്ടോ? അത് ബ്രൗൺ ആയില്ല. ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. അതൊന്ന് ബ്രൗൺ ആണ്. ഞാൻ പറഞ്ഞ ഈ ഒരു കളറിലാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാം ആ കളറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു ചട്ടിയിൽ നിന്നത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ പാകമായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതിലുള്ള എല്ലാ ഓയിലും നമ്മൾക്ക് ഇതുപോലെ ഉറ്റെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറേ ഓയിലാകാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കുറേ ഓയിൽസൊക്കെ ഇതിൻ്റെ പുറമേ ഉള്ളത് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഇതിലോട്ട് ആക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് സെർവ് ചെയ്തെടുക്കാം. അധികം ബ്രൗണായി പോയാൽ ചിലപ്പം അധികം ബ്രൗണായ ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രൗണാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾക്കിത് ഓഫാക്കി കൊടുക്കാം. മറന്നു പോയി ഓഫാക്കണമെന്ന്. കാരണം നമ്മൾക്ക് ഒരു വട്ടോടെ ഇടാനുണ്ട്, അതിനോട് വിട്ടുപോയി. അപ്പോൾ നമ്മൾക്കിനി ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് റൗണ്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് സെക്കൻഡ് റൗണ്ടിലുള്ളത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് ഫുള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു വേറെ റൗണ്ടൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇതിലോട്ട് മെല്ലനിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ സെക്കൻഡ് റൗണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രൗൺ കളർ എത്തുമ്പോൾ നിന്ന് എടുക്കാം. ബ്രൗൺ കളറായപ്പോൾ എടുത്തു. നേരത്തെ അത്രയും ബ്രൗൺ കളറായിട്ടില്ല, അതിന് മുമ്പേ ഇങ്ങ് എടുത്തു. എന്നാലേ ഒരു സോഫ്റ്റ് കിട്ടുള്ളൂ. പകുതി സോഫ്റ്റും പകുതി ക്രിസ്പി ആയിട്ട് വിചാരിച്ചു. ഫസ്റ്റത്തെ നമ്മളൊരു കുറച്ച് ക്രിസ്പി ആയിരുന്നു. ഇത് നമ്മൾ കുറച്ച് സോഫ്റ്റാണ് ആക്കിയിട്ടുള്ളത്. നമ്മൾക്ക് ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ഓയിൽ നമ്മളിതിന് നന്നായിട്ട് ഊറ്റിയെടുക്കണം. കാരണം ഓയിൽ കുറേ നമ്മൾ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചു പോകും. പിന്നെ കഴിക്കുമ്പം നല്ല ഓയിലൊന്നും പാടില്ല. നമ്മൾ കുറച്ചിങ്ങനെ ഇതുപോലെ ഊറ്റി കളയണം. പിന്നെ അതുപോലെ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങൾ എന്തായാലും ഒരു വട്ടം എങ്ങാനും ട്രൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്താൽ തന്നെ നിങ്ങളത് കുറേ വട്ടം ട്രൈ ചെയ്യും. അത്രയും രസമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒന്നെടുത്ത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നല്ലൊരു ക്രിസ്പിയാണ്. നല്ലൊരു ക്രിസ്പിനെസ് ആണ് ഇതിനുള്ളത്. പക്ഷെ സൗണ്ടൊന്നുമില്ല. എന്നാലും ഞാൻ അത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. സാധാ സോയാബീൻ്റെ ടേസ്റ്റ് അല്ല ഗൈസ്. ഇത് നമ്മളെ ഒരു മസാലയുടെ ടേസ്റ്റ്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ചോറിന് കൂട്ടി കഴിക്കാണെങ്കിൽ വേറെ ഒരു സാധനം വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ്. നമ്മൾ വെറുതെ ഇരുന്നാലും ഇത് തിന്നു പോകും. അത്രക്കും ടേസ്റ്റ് ഉണ്ട്. ഇത് സോഫ്റ്റാണ്. നമ്മൾ ആദ്യം എടുത്തത് ക്രിസ്പി ആയിരുന്നു. നമുക്ക് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ടും ടൈം പാസ് സ്നാക്സിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം. കാരണം നമുക്ക് വൈകുന്നേരം വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയത്തായാലും ഇതിങ്ങനെ വെറുതെ തിന്നുകൊണ്ടിരിക്കാം. ഇതോ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് സോഫ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടിനും ഒരേ ടേസ്റ്റാണ്. പക്ഷേ സോഫ്റ്റ് ആയപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടി. സോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ സോഫ്റ്റും ക്രിസ്പും ട്രൈ ചെയ്ത് നോക്കുക. അതിലേതാണ് രസമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക ബിലോ. ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ അപ്പം ലവ് യു ആൻഡ് ബൈ.
കോൺഫ്ലോർ ലാസ്റ്റാണ് കേട്ടോ ഇടേണ്ടത്.